നമസ്കാരം. ശ്രീരകം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യദേവൻ, അതായത് ആദിത്യന്റെ ഒരു വിശേഷ യാത്രയെക്കുറിച്ചാണ്. അതായത് സൂര്യൻ ഭരണി നക്ഷത്രത്തിലേക്കും പിന്നെ വൃഷഭ രാശിയിലേക്കും പ്രവേശിക്കുന്ന ഒരു 1.5 മാസക്കാലമുണ്ട്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ 4 രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് അനുഗ്രഹമായി മാറുന്ന സമയമാണ്. അതായത് പുരാണ പ്രകാരം പറയുമ്പോൾ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് 4 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ മാറാൻ പോകുന്ന സമയം. വേദം സൂര്യനെ വിളിക്കുന്നത്, അതായത് ഭഗവാൻ സൂര്യനെ വേദങ്ങൾ വിളിക്കുന്നത് ജഗത്തിന്റെ ചക്ഷുസ് എന്നാണ്. അതായത് ഇല്ലെങ്കിൽ ലോകം എങ്ങനെയാണ്? ഇരുട്ടായി മാറും. അതേപോലെ സൂര്യഭഗവാന്റെ പ്രകാശം ഇല്ലെങ്കിൽ ലോകത്തിൽ ഇരുട്ട് ബാധിക്കും. എന്നാൽ സൂര്യഭഗവാൻ അനുഗ്രഹമായി വ്യക്തികളുടെ ജീവിതത്തിൽ വന്നാലോ ആ വ്യക്തികളുടെ ജീവിതം എത്ര ഇരുട്ടിൽ കിടന്നതായാലും അത് മയമായി മാറുന്നതാണ്. രാമായണത്തിൽ അഗസ്ത്യ മഹർഷി ശ്രീരാമന് ഉപദേശിച്ച ആദിത്യ ഹൃദയം കൊണ്ടാണ് രാവണവധം സാധ്യമായത്. അപ്പോൾ അത്രയ്ക്ക് ശക്തിയുള്ളതാണ് സൂര്യഭഗവാനും അദ്ദേഹത്തിനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളിലേക്ക് ലഭിക്കുന്നതായ മാറ്റങ്ങളും. ഇപ്പോൾ ഏപ്രിൽ 28 മുതൽ സൂര്യദേവൻ ഭരണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാനാണ് ഒരുങ്ങുന്നത്. ഭരണി എന്നാൽ ശുക്രന്റെ നക്ഷത്രം കൂടിയാണ്. അതായത് രാജാവ് മന്ത്രിയുടെ വീട്ടിലേക്ക് എഴുന്നള്ളുന്നു എന്ന് നിങ്ങൾ തൽക്കാലം മനസ്സിലാക്കുക. അതായത് ഇതൊരു മെയ് 15 ആകുമ്പോൾ വൃഷഭ രാശിയിലേക്കും കടക്കുന്നുണ്ട്. അപ്പോൾ അതും ശുക്രന്റെ സ്വന്തം രാശി തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന അവസ്ഥയിൽ രാജാവും മന്ത്രിയും ഒന്നിച്ചു നിൽക്കുമ്പോൾ രാജ്യത്ത് ഐശ്വര്യം ഒരുപോലെ തന്നെ വന്നു ചേരും. അതേപോലെ തന്നെ തേജസ്സും മനുഷ്യന് അനുഗ്രഹമായി വരുന്ന ശുക്രൻ എല്ലാവിധ സുഖഭോഗങ്ങളും കൂടി, ഇങ്ങനെ ഈ 2 അവസ്ഥകൾ ഒന്നിക്കുമ്പോൾ ഇത് നേരിട്ട് ഫലമായി 4 രാശി നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് 28-ാം തീയതി മുതൽ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ ആ രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തെ രാശി തന്നെ കർക്കിടകം രാശിയാകുന്നു. പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകൻ രാശിക്കാർക്കാണെങ്കിൽ ഈ ഒരു സമയം കർമ്മരംഗത്ത് വെളിച്ചം വീശുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും നിലവിൽ എന്ത് തടസ്സങ്ങളുണ്ട്, ജോലി ചെയ്യുന്നിടത്ത് നിന്നുള്ള സഹപ്രവർത്തകരുടെ പ്രശ്നമായാലും എന്ത് തരം വിഷയങ്ങളാണെങ്കിലും അതെല്ലാം നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതാണ്. ഗീതയിൽ ഭഗവാൻ പറയുന്ന ഒരു ചൊല്ലുണ്ട്, കർമ്മണ്യേവാധികാരസ്ഥ എന്ന്. അതായത് അധ്വാനിക്കാൻ മാത്രം നമുക്ക് അവകാശമുണ്ട്, പക്ഷെ ഫലം തരേണ്ടത് ആരാണ്? ഈശ്വരനാണ്. അപ്പോൾ നമ്മൾ കൃത്യമായി അധ്വാനിക്കുക, ഫലം ഈശ്വരൻ തന്നെ തന്നുകൊള്ളും. പൂയ നക്ഷത്ര ജാതകർക്കും ഉദ്യോഗത്തിൽ അംഗീകാരമൊക്കെ കിട്ടുന്ന സമയം കൂടിയാണ്. അതേപോലെ ആയില്യം നക്ഷത്രക്കാർക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും തടസ്സങ്ങൾ, അത് കോടതിയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളായാലും ഏത് വിധത്തിലുള്ള തടസ്സങ്ങളായാലും മാറും. പുതിയ വഴികളൊക്കെ തെളിയുകയും ചെയ്യും. അപ്പോൾ കടബാധ്യതകളൊക്കെ കുറയുന്ന ഒരു സമയം കൂടിയാണ്. മനസ്സിലെ ഭാരങ്ങളൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായും ഇറക്കി വെക്കാനായി സാധിക്കും. ഭാഗ്യം കൂടെ തന്നെയുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, വിനയം കൈവിടാൻ പാടില്ല, അഹങ്കാരത്തെ കൂടെ കൂട്ടുവാനും പാടില്ല. ഇത് ഭഗവാൻ സൂര്യന് ഇഷ്ടമുള്ള കാര്യമല്ല. മകം, പൂര, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാർ. ചിങ്ങം സൂര്യന്റെ സ്വന്തം രാശി കൂടിയാണല്ലോ. അപ്പോൾ സൂര്യൻ ബലവാനാകുന്ന ഈ വേളയിൽ ഈ ചിങ്ങം രാശിക്കാർക്കും ബലം കൂടുന്നതാണ്. അപ്പോൾ മകം നക്ഷത്രക്കാർക്ക് പിതൃഭാഗത്തിൽ നിന്നുള്ള സ്വത്തുവകകളോ പിതൃ സന്തോഷമോ ഒക്കെ വന്നു ചേരുന്നതാണ്. ഒരുപാട് വർഷങ്ങളായി കിട്ടാതിരുന്ന ധനമൊക്കെ ഈ ഒരു സമയത്ത് തിരികെ കിട്ടും. ഇനി പൂരം നക്ഷത്രക്കാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ നിൽക്കുന്നവരാണെങ്കിൽ ശുഭ സമയമാണ്. 28-ാം തീയതി മുതൽ തുടങ്ങുന്നത്. ശുക്രന്റെ അംശം കൂടുതലുള്ള ഒരു നക്ഷത്രം കൂടിയാണ് പൂരം നക്ഷത്രം. അതുകൊണ്ട് ഈ ഒരു കാലം പൂരം നക്ഷത്രക്കാർക്ക് ഏറ്റവും വിശേഷപ്പെട്ട സമയം തന്നെയാണ്. ഇനി ഉത്രം നക്ഷത്രക്കാർക്കും അതേപോലെ വിദ്യാഭ്യാസത്തിൽ ഏകാഗ്രത വിദ്യാർത്ഥികൾക്ക് കൂടുന്നതാണ്. ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാലും സൂക്ഷിക്കേണ്ട കാര്യമുണ്ട്. അതായത് സൂര്യന്റെ തേജസ് കൂടുന്ന ഒരു സമയമാകുമ്പോൾ ചൂടും അതേപോലെ തന്നെ അധികരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വാഹനത്തിൽ നിന്നായാലും യന്ത്രങ്ങളിലൊക്കെയുള്ള ഉപയോഗങ്ങളിൽ നിന്നായാലും അല്പം ശ്രദ്ധ കൂടുതൽ കൊടുക്കാൻ ഈ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ ശ്രദ്ധ ചെലുത്തുക. ദക്ഷിണാമൂർത്തിയെ ധ്യാനിച്ചു തുടങ്ങുക. എല്ലാവിധ കാര്യങ്ങളും ശുഭമായി വന്നു ചേരുന്നതാണ്. അടുത്തത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാര്. കന്നിരാശിക്കാർക്കും ധനപരമായ ഉയർച്ചയുടെ കാലമാണ് 28-ാം തീയതി മുതൽ തുടങ്ങുന്നത്. അപ്പോൾ അത്തം നക്ഷത്രജാതരുടെ കാര്യം പറയുമ്പോൾ
നിക്ഷേപങ്ങളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാകുന്നതാണ്. ചിത്ര നക്ഷത്രക്കാർക്ക് വരുമാന വർധനവ് അല്ലെങ്കിൽ വരുമാനത്തിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവൊക്കെ മാറി ഒരു തെളിച്ചമൊക്കെ വന്നു ചേരും. ഉത്തര നക്ഷത്രക്കാർക്ക് ഉദ്യോഗത്തിൽ മേലധികാരിയുടെ പ്രീതിയൊക്കെ ലഭിക്കുന്നതിന് സമയമാണ്. നിങ്ങളുടെ വാക്കിന് മറ്റുള്ളവർ വില കൽപ്പിക്കണമല്ലോ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ പോരാ, അത് കേൾക്കുന്ന ആൾ നമ്മളെ മാനിക്കുക കൂടി വേണം. അതും ഗ്രഹങ്ങളുടെ അനുകൂലമായി നിങ്ങൾക്ക് വന്നു ചേരും. അപ്പോൾ ശുക്രന്റെ അനുഗ്രഹം കൊണ്ട് സൗന്ദര്യവും വാക്ചാതുര്യവും കൂടി ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ധനം വരുമ്പോൾ ധർമ്മം മറക്കാതിരിക്കുക. ദാനം ചെയ്താൽ ഫലം ഇരട്ടിയായി, ഐശ്വര്യം ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്നു ചേരും എന്നതും മറക്കാതിരിക്കുക. മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാർക്ക് ഇത് ഐശ്വര്യത്തിന്റെ കാലമാണ്. കുടുംബ ഐശ്വര്യം ഉണ്ടാകുന്ന കാലമാണ്. മൂല നക്ഷത്ര ജാതർക്ക് അനാവശ്യമായ ഒരുപാട് ചെലവുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഇനി കുറയുന്നതാണ്. നീക്കിയിരിപ്പ് വർദ്ധിക്കുന്ന സമയം കൂടി തുടങ്ങുന്നു 28-ാം തീയതി മുതൽ. പൂരാട നക്ഷത്രക്കാർക്ക് ഭവനത്തിൽ സമാധാനമില്ലായ്മയായിരുന്നു ഇത്രയും നാൾ നിങ്ങളെ വലച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി മത കാര്യങ്ങളിലൊക്കെ കൂടുതൽ താല്പര്യം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഉത്രാട നക്ഷത്രക്കാരായി അവിവാഹിതരായി നിൽക്കുന്നവർക്ക് ഉത്തമ വിവാഹാലോചനകൾ ഒക്കെ വരാനും, അതായത് വില്ലാളിയായ അർജുനന് ശ്രീകൃഷ്ണൻ തേരാളിയായതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രഹനില നിങ്ങൾക്ക് അനുകൂലമായി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ നല്ല വിവാഹാലോചനകളൊക്കെ വന്ന് വളരെ ശുഭകരമായി ലക്ഷ്യത്തിലെത്താനായി, ജീവിത ലക്ഷ്യം നിറവേറ്റാനായി നിങ്ങൾക്ക് സാധിക്കുന്ന ആ ഒരു വരത്തെ കൂടിയാണ് ഭഗവാൻ സൂര്യൻ 28-ാം തീയതി മുതൽ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ ഈ 12 നക്ഷത്രക്കാരിൽ ഉൾപ്പെടാത്തവര് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. സൂര്യദേവൻ അത് എല്ലാവർക്കും പിതാവാണ്. അപ്പോൾ അച്ഛൻ ഒരു മകനെ ലാളിക്കുമ്പോൾ മറ്റൊരു മകനെ എടുത്ത് മാറ്റി നിർത്തുന്നതൊന്നുമില്ല. 2 മക്കളുണ്ടോ 2000 മക്കളുണ്ടോ, ഒരു പിതാവിന് എല്ലാ മക്കളും തുല്യരാണ്. അതേപോലെ തന്നെയാണ് എല്ലാവരും ഭഗവാൻ സൂര്യന്റെ മുന്നിൽ ഒരേപോലെയാണ്. അപ്പോൾ ഈ ഒരു 1.5 മാസം എല്ലാ നക്ഷത്ര ജാതരും രാവിലെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാൻ സൂര്യനെ സ്മരിക്കുക. ഇത് ഭഗവാൻ സൂര്യനെ സ്മരിച്ചാൽ മാത്രമേ പൂർണ്ണമായി ഈ ഒരു ഫലം വന്നു ചേരുകയുള്ളൂ. അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, കിഴക്ക് ദർശനമായി നിന്ന് 3 പ്രാവശ്യം കൈക്കൊമ്പിളിൽ ജലമെടുത്ത് ഭഗവാന് അർഘ്യം സമർപ്പിച്ചാൽ മതി. അപ്പോൾ ഒരു മനസ്സിൽ പ്രാർത്ഥന കൂടി വേണം. വെറുതെ അങ്ങ് സമർപ്പിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: അല്ലയോ ആദിത്യ ഭഗവാനെ, അതായത് അല്ലയോ സൂര്യ ഭഗവാനെ, എൻ്റെ കർമ്മത്തിൽ വെളിച്ചം തരണേ. ഞാൻ ഏത് പ്രവൃത്തി ചെയ്താലും അത് ഫലമായി മാറണേ. അതിന് തെളിച്ചം തരണേ. എനിക്ക് നേർവഴി കാട്ടിത്തരണേ. എൻ്റെ കുലത്തിലും എനിക്കും, അതായത് എൻ്റെ ഗൃഹത്തിലുള്ളവർക്കും എനിക്കും ആയുസ്സും ആരോഗ്യവും തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കൈക്കുമ്പിളിൽ ജലം എടുത്തുകൊണ്ട് ഭഗവാൻ സൂര്യന് അർഘ്യം സമർപ്പിക്കുവാനായിട്ട്. അതേപോലെ തന്നെ ഞായറാഴ്ച ദിവസം ചുവന്ന പുഷ്പങ്ങൾ കൊണ്ട് ശിവക്ഷേത്രത്തിലോ അതല്ലെങ്കിൽ ദേവീക്ഷേത്രത്തിലോ പോയി പ്രാർത്ഥിക്കുന്നത്, വഴിപാട് നടത്തുന്നത് ഉത്തമമാണ്. ഇനി ദാനം ചെയ്യാം. ഗോതമ്പ് ദാനം ചെയ്യുന്നത് ഉത്തമമാണ്. അതായത് പിതൃക്കൾക്ക് പിതൃപൂജ ചെയ്യുന്നത്, അതേപോലെ പിതൃക്കളെ മനസ്സിലെങ്കിലും സ്മരിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ഉത്തമമാണ്. അത് എന്തുകൊണ്ടെന്നാൽ സൂര്യൻ പിതൃകാരകൻ കൂടിയാണല്ലോ. അപ്പോൾ അച്ഛനാകട്ടെ അല്ലെങ്കിൽ ഗുരുസ്ഥാനീയരായി നിൽക്കുന്നവരോടൊക്കെ ബഹുമാനത്തിൽ പെരുമാറാനും അവരെയൊക്കെ കണ്ട് സ്നേഹവാത്സല്യങ്ങൾ അവരിൽ നിന്ന് അനുഭവിക്കാൻ കഴിയുന്നതുമൊക്കെ ഭഗവാൻ സൂര്യന്റെ പ്രീതിയും അനുഗ്രഹവും നമ്മളിലേക്ക് കൂടുതലായി വന്നു ചേരാൻ സഹായിക്കുക. അതാണ് ഏറ്റവും വലിയൊരു സൂര്യപ്രീതികരമായ കാര്യം എന്ന് പറയുന്നത്. പിതൃപ്രീതി വരുത്തുന്നത്, അതേപോലെ ഗുരുസ്ഥാനീയരായ ആളുകളെ ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. ഇവിടെ ശുക്രന്റെ വീട്ടിൽ സൂര്യൻ നിൽക്കുന്ന ഈ ഒരു സമയം സുഖഭോഗങ്ങളിൽ കൂടുതൽ അങ്ങ് മുഴുകിയിരുന്ന് നമ്മുടെ കർമ്മം ഏതാണോ അത് മറന്നു പോകാതിരിക്കാനായിട്ട് ഏവരും ഒന്ന് ശ്രമിക്കണം. അതായത് ധർമ്മം വിടാതെ കർമ്മം ചെയ്യുക എന്നത് കൂടിയുണ്ട്. ധർമ്മവും വിടാൻ പാടില്ല, കർമ്മം എന്നാൽ കൃത്യമായി ചെയ്യുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ ശാശ്വതമായ ഒരു ഐശ്വര്യം കൂടി വന്നു ചേരുകയുള്ളൂ. അപ്പോൾ ഈ ഏപ്രിൽ 28 മുതൽ ജൂൺ പകുതി വരെയുള്ള ഈ ഒരു കാലമാണ് തേജസ്സിന്റെയും ഐശ്വര്യത്തിന്റെയും കാലമായി നിങ്ങൾ ഈ 4 രാശിക്കാർക്ക് വന്നു ചേരുന്നത്. അപ്പോൾ വളരെയധികം രാജയോഗ തുല്യമായ സുഖഫലങ്ങളാണ് ലഭിക്കുന്നത്. അപ്പോൾ ലഭിക്കുന്നതിന് മുന്നേ പറയുകയാണ്, കർമ്മം കൃത്യമായി ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഗ്രഹമാറ്റത്തിനെയോ ഈ പറഞ്ഞ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കർമ്മം കൃത്യമായി ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു സമയം ഭഗവാൻ സൂര്യനെ പ്രാർത്ഥിക്കുക, അർഘ്യം സമർപ്പിക്കുക. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ സന്തോഷങ്ങളൊക്കെയും ഭഗവാനോട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇരട്ടി ഭാഗ്യവും നേട്ടവും ഭഗവാൻ തന്നെ തരും. ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് ഏവരും ജീവിതത്തിൽ ശ്രേയസ് ഉണ്ടാകണമേ എന്ന് ഭഗവാൻ സൂര്യനോട് പ്രാർത്ഥിക്കുക. 28-ാം തീയതി മുതൽ സംഭവിക്കുന്നതായ ഈ ഗ്രഹമാറ്റം നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും വലിയൊരു മാറ്റവും ഐശ്വര്യവും തരട്ടെ എന്ന് ആശംസിക്കാം. നന്ദി, നമസ്കാരം.